10,000 രൂപ മുതൽ 15,000 രൂപ വിലയിലുള്ള RC കാർ വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഫോളോ ആൻഡ് സപ്പോർട്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് MNRC ബ്രാൻഡിന്റെ MN168 മോഡലാണ്. ആളൊരു ഫസ്റ്റ് ജനറേഷൻ റേഞ്ച് റോവർ ലുക്കാണ് വരുന്നത്. 1:12 സ്കെയിൽ ആണ്. മാക്സിമം സ്പീഡ് വരുന്നത് 10 km/h ആണ്. 10 ആംപിയറിന്റെ ESCയും അതുപോലെ തന്നെ റിസീവറും വരുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആണ്. 280 ബ്രഷ്ഡ് മോട്ടറാണ് വരുന്നത്. 17 ഗ്രാം സ്റ്റിയറിംഗ് സെർവോ വരുന്നുണ്ട്. 7.4 വോൾട്ടിന്റെ 1200 mAh ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. 3 hour ചാർജിംഗ് ടൈം വരുന്നുണ്ട്. 30 to 40 minutes റൺ ടൈമും കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ചാർജിംഗ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഹൈ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ചാർജിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാറ്ററി ഓവർ ചാർജ് ആവാതിരിക്കാനും അല്ലെങ്കിൽ ഓവർ കറന്റ് വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഓൾറെഡി ഇതിനകത്ത് ഇൻബിൽട്ട് ആണ്. അതുപോലെ തന്നെ ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 വോൾട്ടിനേക്കാൾ ലോവർ ആയിട്ട് ഇതിനകത്ത് പവർ വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വരുന്നത് ഹൈ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ആണ്. അതായത് റിസീവറിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിലധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ റിസീവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും, കട്ട് ഓഫ് ആവും. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. ഇതിന്റെ ഡിസൈൻ ഫസ്റ്റ് ജനറേഷൻ ലാൻഡ് റോവർ റേഞ്ച് റോവറിന്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഒരു ലുക്ക് കിടിലനായിട്ടുണ്ട്. അതുപോലെ തന്നെ ആള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസും തരുന്നുണ്ട്. കംപ്ലീറ്റ്ലി പ്രൊപ്പോഷണൽ കൺട്രോൾ ആണ്. അതായത് പ്രൊപ്പോഷണൽ ത്രോട്ടിൽ, പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓയിൽ പ്രഷർഡ് ഷോക്ക് അബ്സർ ആണ് വരുന്നത്. ആളൊരു 4-wheel ഡ്രൈവ് ആണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. അത്യാവശ്യം ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകാൻ വേണ്ടിയിട്ട് പോർട്ട് ആക്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് ക്രൗളെല്ലാം ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ താഴ്ഭാഗം തട്ടാതെ എളുപ്പത്തിൽ പോകാൻ സഹായിക്കും. ഗിയറും കാര്യങ്ങളൊക്കെ മെറ്റലാണ് വരുന്നത്. ഇനി ഇതിന്റെ അപ്ഗ്രേഡ് പോസിബിലിറ്റി പറയാം. ഈ ഒരു മോഡലിൽ തന്നെ ബ്രഷ്ലെസ് മോട്ടർ, ESC റിസീവർ എല്ലാം സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ ഇതിന്റെ റിമോട്ട് ഒന്നും ചേഞ്ച് ആകാതെ തന്നെ നമുക്ക് ഇതിനെ ബ്രഷ്ലെസ് മോട്ടറിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറെ അപ്ഗ്രേഡ് എല്ലാം ഈ വണ്ടിയുടേതായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. വണ്ടിയുടെ ഡോറും ബോണറ്റും എല്ലാം തുറക്കാൻ പറ്റും. ഡോറെല്ലാം തുറക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കിഡിലൻ ഇന്റീരിയർ ഡിസൈൻ എല്ലാം വന്നിട്ടുണ്ട് വണ്ടിക്ക്. ഇതിന്റെ പോരായ്മയായിട്ട് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ചില ആളുകൾക്കൊന്നും ഇതിന്റെ ടയർ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ബോഡി കമ്പയർ ചെയ്യുമ്പോൾ ടയർ കുറച്ച് സൈസ് കൂടുതലായിട്ടുണ്ട്. സോ അത് ചില ആളുകൾ ബോറാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊരു ഭംഗിയാണെന്നും പെർഫോമൻസിന് പറ്റിയതാണെന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ ടയറിന് ഗ്രിപ്പ് കുറവാണ്. അതായത് ഒരു ഹാർഡ് ടൈപ്പ് ടയർ ആണ് എന്നുള്ള ഒരു കംപ്ലൈന്റും ഇതിനെ കുറിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ബൂട്ട് അഥവാ ഡിക്കി തുറക്കാൻ പറ്റുന്നില്ല. അതും തുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റത്തിന്റെ സ്ലോ സ്പീഡ് കൺട്രോൾ അത്ര പെർഫോമൻസ് പോരാ എന്നും ഒരു പരാതിയുണ്ട്. കുറെ കംപ്ലൈന്റ് വന്നിട്ടുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ മെറ്റലാണ്. പക്ഷെ ഒരു ലോ ക്വാളിറ്റി മെറ്റൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. സോ പെട്ടെന്ന് ഇതിന്റെ കുറെ സംഭവങ്ങളെല്ലാം പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പരാതിയും ഇതിനെ കുറിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ് പോസിബിലിറ്റി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അപ്ഗ്രേഡിനുള്ള പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ റിവ്യൂ. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.